പ്രിയപ്പെട്ട വരയന്മാരെ വരത്തികളെ, നിങ്ങൾ സ്കെച്ച് താഴെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നന്നായി വരയ്ക്കുക. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇതിനു മുമ്പ് നമ്മൾ ഉപയോഗിച്ച കുറച്ച് നിറങ്ങൾ തന്നെയാണ്. ക്രിംസൺ റെഡ്, പിന്നെ പെർമനന്റ് ഗ്രീൻ, സാബ് ഗ്രീൻ തുടങ്ങിയ നിറങ്ങളാണ്. നിങ്ങൾക്ക് ഇതൊരു ശീലമായിട്ടുണ്ടാവും ഇത്തരം കളറുകൾ. പക്ഷേ കൂടുതൽ കളറുകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ വലിയ വർക്കുകൾ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല എന്നുകൊണ്ട് തന്നെ മിനിമലായ കുറച്ച് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ പകുതി കഴിഞ്ഞ് അവസാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇതുവരെ നിങ്ങളെല്ലാം ചെയ്ത് നന്നായിട്ട് ഡെവലപ്പായി വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഈ ഒരു രീതി നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് പറ്റും. കൂടെ തന്നെ നിങ്ങൾ ഡ്രോയിങ് ചെയ്യാനും മറക്കരുത്. ഡ്രോയിങ് പരമപ്രധാനമാണ്. നമ്മളിത് നന്നായി വരച്ചില്ലെങ്കിൽ നമ്മളത് കളർ കൊടുത്താലും കളർ ചെയ്താലും അതിൻ്റെ കറക്റ്റ് ഷേപ്പോ ലൈറ്റ് ആൻഡ് ഷെയ്ഡോ നമുക്ക് കിട്ടില്ല. അപ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ ഞാനിന്ന് ആദ്യം സ്കെച്ച് ചെയ്തതിന് ശേഷം പെന്ന് കൊണ്ട് അതിനെ മാർക്ക് ചെയ്യുകയാണ്. പലപ്പോഴും പെയിൻറ്റ് ചെയ്തതിന് ശേഷം ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. രണ്ട് തരത്തിലും ചെയ്യാമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുമുണ്ട്. ഈ പൂവിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചേർക്കുക. എനിക്ക് ഇതിൻ്റെ പേരറിയില്ല. ഞാൻ പലപ്പോഴും അതിൻ്റെ പേരോ മറ്റു ഡീറ്റെയിൽസുകളോ ഞാൻ പലപ്പോഴും അതിൻ്റെ പേരോ മറ്റു ഡീറ്റെയിൽസുകളോ നോക്കാതെ എനിക്കിഷ്ടപ്പെട്ട ഒരു ചിത്രം എടുത്ത് വരയ്ക്കുകയാണ്. പലപ്പോഴും നിങ്ങൾക്ക് ഇതുപോലുള്ള ചിത്രങ്ങളെല്ലാം പിൻട്രസ്റ്റിൽ കിട്ടും, ഗൂഗിളിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യുമ്പോൾ എൻ്റെ ഈ ചലഞ്ച് കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ചെയ്യുമ്പോൾ ഇതുപോലെ പിൻട്രസ്റ്റിൽ നിന്നോ ഗൂഗിളിൽ നിന്നോ ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇത് നോക്കി വരയ്ക്കുക. പറ്റുമെങ്കിൽ അവർക്കുള്ളൊരു ക്രെഡിറ്റ് കൂടി വയ്ക്കുക. ഇത് നമ്മൾ ചലഞ്ചായി സിമ്പിളായി ചെയ്യുന്നതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ഒന്നും വയ്ക്കുന്നില്ല. തീർച്ചയായും നമുക്ക് എവിടെ നിന്നാണ് ഈ ഫോട്ടോ സെലക്ട് ചെയ്യുന്നത് എന്നൊരു വീഡിയോ ഇതിന് ശേഷം ചെയ്യണം. ഈ ഒരു ചലഞ്ചിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ നന്നായി വരച്ചതിന് ശേഷം പെയിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊരു റിയൽ ടൈം വീഡിയോ ആണ്. കൂടുതൽ ലെങ്തി അല്ലാത്തതുകൊണ്ട് തന്നെ റിയൽ ടൈമായി ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. ഇവിടെ ക്രിംസൺ ആണ് ആദ്യം എടുക്കുന്നത്. കുറച്ച് സ്കാർലറ്റ് കൂടി എടുക്കുന്നുണ്ട്. ബ്രഷ് ഉപയോഗിക്കുന്നത് മോബ് ബ്രഷാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ വാങ്ങുക. നല്ല ബ്രഷാണ്. കണ്ടോ, ആദ്യം തന്നെ ഡാർക്ക് കളറാണ് വെച്ചത്, കട്ടിയിലാണ് കളർ വെച്ചത്. ഇനി നമ്മൾ വെള്ളം ചേർത്ത് അതിനെ ഇതുപോലെ സ്മൂത്ത് ആക്കുകയാണ് ചെയ്യുന്നത്. മുഴുവൻ സ്ഥലത്ത് നമ്മളത് ഫില്ല് ചെയ്യുന്നില്ല. കുറച്ച് പേപ്പർ വൈറ്റ് അവിടെ വിട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ ഹൈലൈറ്റ് എന്ന് പറയാറ്. അപ്പോൾ ആദ്യം ഡാർക്കിൽ നിന്ന് തുടങ്ങി ലൈറ്റിലേക്ക് പോകുന്ന ഒരു രീതിയാണിത്. ഈ വീഡിയോയിൽ ആ തരത്തിലുള്ള ഒരു രീതിയാണ് പരീക്ഷിക്കുന്നത്. ആദ്യം കട്ടിയുള്ള കളർ വയ്ക്കുന്നു, പിന്നെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് അതിനെ വെള്ളം ചേർത്ത് പരത്തുന്നു. അതായത് മുഴുവൻ സ്ഥലത്തും നമ്മൾ ആദ്യം തന്നെ കളർ ഫിൽ ചെയ്യുന്നില്ല. ചില ഭാഗങ്ങൾ മാത്രം ചെയ്തതിന് ശേഷം വെള്ളം ഉപയോഗിച്ച് അതിനെ ബ്രഷ് നന്നായി വാഷ് ചെയ്ത് അല്പം വെള്ളം എടുത്ത് ഒന്ന് പരത്തിയെടുക്കുന്നതാണ്. ആ പരത്തിയെടുക്കുമ്പോഴാണ് നമ്മൾ ഹൈലൈറ്റ് ഭാഗം ഒഴിവാക്കിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ മറക്കരുത്. കൂടുതൽ ഡാർക്ക് വേണ്ട സ്ഥലങ്ങളിൽ വീണ്ടും നമുക്ക് ഡാർക്ക് ചേർക്കാം. ഇത് നമ്മൾ ഫസ്റ്റ് ലെയറാണ് ചെയ്യുന്നത്. ഒറ്റയടിക്ക് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കട്ടിയുള്ള രീതി ഉപയോഗിക്കുന്നത്. നന്നായി എക്സ്പെർട്ടായാൽ നിങ്ങൾക്കും ചെയ്യാൻ കഴിയും. ചിലപ്പോൾ നിങ്ങൾ ആദ്യം തുടക്കത്തിൽ അത് ചെയ്യുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തായാലും ഒരു പരീക്ഷണമായി തന്നെ ഇതെല്ലാം ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ആ പൂക്കളുടെ ഇതളുകൾ കുറച്ചൊന്ന് വളഞ്ഞു നിൽക്കുന്ന രീതിയിൽ ആക്കാൻ വേണ്ടിയാണ് അതിൻ്റെ നടുഭാഗത്തെ ഹൈലൈറ്റ് വിട്ട് താഴെയും മുകളിലും ഡാർക്ക് ചേർക്കുന്നുണ്ട്. അത് ഓരോ പൂക്കളുടെ ഇതളിലും വ്യത്യസ്ത രീതിയിൽ ഉപയോഗിക്കണം. എല്ലാതും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. പറ്റുമെങ്കിൽ നിങ്ങൾ ഫോട്ടോ നോക്കി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ വാട്ടർ കളർ ഇല്ലുസ്ട്രേഷൻസ് എന്ന് സെർച്ച് ചെയ്ത് ഏതായാലും നിങ്ങൾക്ക് പിൻട്രസ്റ്റിലും ഗൂഗിളിലും എല്ലാം കിട്ടും. നിങ്ങൾ അവിടെ നിന്നും എടുത്ത് എന്തായാലും ഈ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചലഞ്ചിൻ്റെ പോലുള്ള ചിത്രങ്ങൾ റെഗുലറായി വരയ്ക്കുകയും പെൻസിൽ ഡ്രോയിങ് അതിനോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം. തീർച്ചയായും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങൾക്ക് വാട്ടർ കളർ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഡ്രോയിങ് ക്ലാസ്സിൽ താല്പര്യം ഉണ്ട് ചേരാൻ എങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ബേസിക് ഡ്രോയിങ് ക്ലാസ്സും വാട്ടർ കളർ ക്ലാസ്സും ഉണ്ട്. അതുകൂടാതെ അഡ്വാൻസ്ഡ് ആയ വാട്ടർ കളർ ക്ലാസ്സും ഉണ്ട്. നല്ല വലിയ ലാൻഡ്സ്കേപ്പുകളെല്ലാം ചെയ്യുന്ന വളരെ എക്സ്പ്ലെയിൻഡ് ആയ ക്ലാസ്സുകളാണ്. റിയൽ ടൈമായി നിങ്ങൾക്ക് ചോദിക്കാം. 1-to-1 ക്ലാസ്സുകളും ഉണ്ട്, ഗ്രൂപ്പ് ക്ലാസ്സുകളും ഉണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പങ്കെടുക്കുക. ആ പൂവിൻ്റെയും ഭാഗങ്ങളെല്ലാം വരച്ചു കഴിഞ്ഞു. അവിടെയും ആദ്യം ചെയ്തതുപോലെ തന്നെ ഡാർക്ക് ഉപയോഗിച്ച് ലൈറ്റിലേക്ക് ചെയ്തു. ആ രീതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ നിങ്ങൾ അതുപോലെ ട്രൈ ചെയ്യുക.
ഈ മുട്ടുകൾക്കും അതേ നിറങ്ങൾ തന്നെ ചേർക്കുന്നു. ഒരു ഭാഗം റെഡ് ചേർത്തു, പിന്നെ വെള്ളം എടുത്ത്, അതായത് ബ്രഷ് നന്നായി വാഷ് ചെയ്ത് വെള്ളം എടുത്ത് അതിനെ പരത്താൻ നമുക്ക് കഴിയും. ശേഷം പെർമനൻറ്റ് ഗ്രീൻ എടുത്ത് അതിൻ്റെ തണ്ടുകൾക്ക് കളർ കൊടുക്കുകയാണ്. അതിൽ നമുക്ക് വേണമെങ്കിൽ സാബ് ഗ്രീൻ ഉപയോഗിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ബ്ലൂ അതിൽ മിക്സ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങളുടെ ചിത്രത്തിൻ്റെ കളർ കൊടുക്കേണ്ട സ്വാതന്ത്ര്യം നിങ്ങൾക്കാണ്. ഇത് എൻ്റെ ഒരു വീക്ഷണം മാത്രമാണ്. ഈ ചിത്രം നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ, നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഒരിക്കലും ഇതുപോലെ തന്നെ വരച്ചയക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളെ മാറ്റം വരുത്തി അതിനെ പല വെറൈറ്റിയിൽ ചെയ്ത് കാണിക്കുകയാണ്. നിങ്ങൾ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്, നല്ല പരീക്ഷണങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് പലരും. അതുതന്നെയാണ് വേണ്ടത്. നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. തെറ്റുകളുണ്ടാവും, നമുക്ക് മുന്നോട്ട് തന്നെ പോകണം. തെറ്റുകളെല്ലാം തിരുത്തി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. ഇവിടെ ഇലയുടെ അടിഭാഗം ഡാർക്കായി വരയ്ക്കുന്നത് അതിങ്ങനെ മടങ്ങി നിൽക്കുന്നത് തോന്നിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. 2-3 ഇലകൾ കൂടി അങ്ങനെയുണ്ട്. നമുക്ക് അതിൻ്റെ എല്ലാം അടിഭാഗം കുറച്ച് ഡാർക്കാക്കുമ്പോൾ മുകൾ ഭാഗത്ത് കൂടുതൽ വെളിച്ചം വീഴുന്ന ഒരു ഫീൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ആ ഒരു ഏതളിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് ഷാഡോ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഡാർക്ക് ചേർക്കുന്നത്. അതിൽ നമ്മൾ പെർമനൻറ്റ് ഗ്രീൻ ചേർത്തിരുന്നു, അതിൽ അല്പം ഡാർക്ക് കൂടി ചേർക്കുകയാണ്. അടുത്ത ഇലയുടെ താഴ്ഭാഗത്തും ഡാർക്ക് നിറം ചേർക്കുന്നു. കൂടുതൽ സമയമെടുത്ത് വലിയൊരു പെയിൻറ്റിങ് ചെയ്ത് അവസാനിപ്പിക്കുന്ന രീതിയിലല്ല ഞാനിത് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് പെട്ടെന്ന് കാണാനും മനസ്സിലാക്കാനും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടിപ്പ് ഇതിൽ നിന്ന് തരാനുമാണ് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ട്. നന്നായി തന്നെ മുന്നോട്ട് പോവുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഒരുപാട് വീഡിയോകൾ ഇനിയും ചെയ്യാനുണ്ട്. വെറൈറ്റി വീഡിയോകൾ ചെയ്യണം. നിങ്ങൾക്ക് എന്തൊക്കെ തരം വീഡിയോകൾ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചേർക്കാം. അതിനനുസരിച്ച് ഞാൻ വീഡിയോകൾ പ്ലാൻ ചെയ്യാം. ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ വെള്ളവും കുറച്ച് പെർമനൻറ്റ് ഗ്രീനും ചേർത്ത് അതിനൊന്ന് പരത്തിയെടുക്കുന്നു. ഒന്ന് സ്പ്രേ ചെയ്യുക കൂടി ചെയ്താൽ അടിപൊളിയാവും. അപ്പോൾ ചെയ്ത് നോക്കുക. ഇവിടെ കുറച്ച് ഒറ്റിക്കുകയാണ് ചെയ്യുന്നത്. സ്പ്രേ ചെയ്യുക വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കാം. ഇവിടെ കുറച്ച് വയലറ്റ് എടുത്ത് ആ ഒരു ഡീറ്റെയിൽ ആയ ഭാഗം, ഉൾഭാഗം, പൂവിൻ്റെ ഏറ്റവും ഡാർക്കായ ഭാഗം, വെളിച്ചം വീഴാത്ത ആ ഒരു ഭാഗം, ഞെട്ടിന് താഴെയും ആ ഒരു ഇതളിൻ്റെ അടിഭാഗത്തും എല്ലാം ചേർക്കുന്നു. ഇപ്പോൾ കുറച്ചുകൂടി അത് പ്രൊമിനൻ്റായി വരുന്നത് നിങ്ങൾക്ക് കാണാം. എല്ലാ സ്ഥലങ്ങളിലും അത് ചേർക്കരുത്. ഈ മൂന്നാമത്തെ ലെയർ അല്ലെങ്കിൽ രണ്ടാമത്തെ ലെയർ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. എല്ലാവരും അത് ഫിൽ ചെയ്ത് വിടുന്നത് കാണാം. പലപ്പോഴും അങ്ങനെ ചെയ്യരുത്. വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ചെയ്യാൻ പാടൂ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിവിടെ സ്പ്രേ ചെയ്യുകയോ ഇതളുകളുടെ ഭാഗത്ത് പരത്തുകയോ ചെയ്തില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.